ഘോഷയാത്രയുടെ സമാപന വേദിയിൽ വലിയ നേതാവ് പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റും അതാണ്. എന്താണ്? പഴച്ചു എന്നതിന്റെ വ്യക്തത നൽകിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. കേരളയാത്ര തന്നെയായിരുന്നു വിഷയം. നേരത്തെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഒക്കെ പറഞ്ഞ ആശയത്തിന്റെ രത്ന ചുരുക്കം തിരുവനന്തപുരത്തെ സമാപന വേദിയിൽ നിന്ന് അദ്ദേഹം പറയുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ആ വാചകത്തിന്റെ അപകടം എത്രമാത്രം ഉണ്ടെന്ന് ഇൻഷാ അള്ളാഹ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ മിനിയാന്നത്തെ ആ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നത് കേൾപ്പിച്ചു. സംബന്ധിച്ച് സംസാരിക്കാൻ അതിന്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത്. അവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഒന്നുകൂടി കേൾക്കാൻ ആദ്യം മുതൽ വെച്ചു ശരിക്കും കേൾക്കേണ്ട വാചകമാണ്. ഉണ്ടാവും. അവരുടെ സംബന്ധിച്ച് സംസാരിക്കാൻ അതിന്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത്. അവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. നമ്മളെ പരിപാടി എന്താന്നുള്ളത് നോക്കിയിട്ട് അതിലെന്താ നടക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന് വല്ല കുത്തിത്തിരിപ്പുണ്ടോക്കെ നോക്കണം. അങ്ങനെ പോയി AP ഉസ്താദിന്റെ ഒരു പ്രസംഗം എടുത്തിട്ട് ഉസ്താദ് പറയുന്ന ഒരു ഭാഗമാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഉസ്താദ് അതിൽ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അതിന്റെ കുറച്ച് മുന്നേ ഭാഗം മുതൽ നമുക്കൊന്ന് കേട്ടോക്കാം. സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും. അവർ സുന്നത്ത് ജമാഅത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത്. അവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഇതാണ് AP ഉസ്താദ് പറഞ്ഞത്. നമുക്ക് കേട്ടില്ലേ എന്താ അവിടെ പറഞ്ഞത്? ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല. പിന്നെ ഈ വേദി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെ ഒക്കെ വേദിയാണ്. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ വേദിയായിട്ട് ആരും കാണണ്ട എന്നാണ് പറഞ്ഞത്. അതിനുള്ള കാരണം നമുക്കറിയാം. അവിടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രസംഗം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു കറക്റ്റുള്ള മറുപടിയാണ് ഉസ്താദ് അവിടെ പറഞ്ഞത്. ആരെങ്കിലും അത്തരത്തിൽ തെറ്റിദ്ധരിച്ചെങ്കിൽ ഉസ്താദിന്റെ ആ ഇതോട് കൂടിയിട്ട് അത് അവിടെ എല്ലാവർക്കും തീരും ചെയ്യും. അതിനുള്ള പൊതുസമൂഹത്തിനുള്ള ഒരു മറുപടിയാണ് ഉസ്താദ് അവിടെ കൊടുത്തത്. വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തു അല്ലെ. അതിൽ ഉസ്താദ് പറഞ്ഞതാണ് ഇവിടെ രാഷ്ട്രീയക്കാർക്ക് അവരുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയം പറയാം. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഈ വിഭാഗത്തിലെ പണ്ഡിതന്മാരുണ്ട്. ആ സംഘടനക്കും അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിനുമാണ് അതിനുള്ള അധികാരവും അവർക്ക് അത് സാധിക്കുള്ളൂ എന്നുള്ളത് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ ഇവൻ ചോദിക്കാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും സംഘടന ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇവിടെ മാത്രമുള്ള സംഘടന ഇവൻ കേൾപ്പിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കൂടി ഒന്ന് ഇങ്ങനെ കേട്ടോ കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഉസ്താദിന്റെ പ്രസംഗം തന്നെ ഒരൊറ്റ വിശ്വാസത്തിലും ഓരോ കർമ്മ രീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഓരോ പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ചിലർ വന്നത്. അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ വല്ലക്കോയത്തങ്ങൾ റഹ്മത്തുള്ളാഹി അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയതാണ് സംസ്ഥാന പറഞ്ഞു വരുന്നത്. അങ്ങനെയാണോ? ആ പറഞ്ഞു തുടങ്ങിയ ഭാഗം ഇനിയാന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ SSF ഉണ്ട്, SYS ഉണ്ട്, ഒരു ഹാഫിദിന്റെയും ആവശ്യമില്ല. ഇത് പറയുമ്പോ തന്നെ ശിഷ്യന്റെ ചെവി പിടിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് പറയണം ഇതിന്റെ സംരക്ഷകർ ഔലിയാക്കളാണല്ലോ. അന്നത് പറയേണ്ടിയിരുന്നു, സംസാരിക്കേണ്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് പിടുത്തം കിട്ടിയത് എന്താ വിഷയം എന്നുള്ളത്? ഇപ്പൊ പിടുത്തം കിട്ടിയത് കൊണ്ടുവന്ന് വെക്കണത് അവർക്കാണ്. പിന്നെ ആഫിദിനെ ആട്ടിയല്ലോ ഈ സംഘടനയെന്ന് അത് പറയാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ സംഘടന ഉണ്ട് എന്ന് അവര് പറഞ്ഞു. പക്ഷെ ആഫിദിനെ നിങ്ങൾ എന്ത് ചെയ്ത് ഒഴിവാക്കി എന്ന് പറയാണ്. അപ്പൊ ആ എന്റെ കോമാടൻ നമ്മളെ ഗ്ലോബൽ വില്ലേജ് കള്ളൗലിയ ഓനെ ഈ പ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. എന്താ വെച്ചാൽ ഓന്റെ തനി നിറം നമുക്കറിയാലോ. പിന്നെ ഉസ്താദ്മാർ മാറ്റി നിർത്താതിരിക്കോ? ഉസ്താദ്മാർ വെറുതെ ഒറ്റടിക്കണം മാറ്റി നിർത്തിയല്ല. ഇവനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് ഇവൻ ആരാണെന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മാറ്റി നിർത്തിയതാണ് കോമാടനെ. അപ്പൊ എന്താണ് ആ കോമാടനെ മാറ്റി നിർത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്.
നോക്കണം നിങ്ങള്. അപ്പൊ അന്ന് അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. ശിഷ്യന്മാര് പറഞ്ഞു ഇവിടെ സംഘടന സംരക്ഷിക്കാന്, സംഘടന അല്ല അത്ര സംരക്ഷിക്കേണ്ടത്, കോമറിനത്രേ ആ ഒരു ആഫിലെ ഓനത്രേ എ പി ഉസ്താദിനെ സംരക്ഷിക്കുന്നത്. ഇവന്റെ സംരക്ഷണം ഇവിടെ ഈ പ്രസ്ഥാനത്ത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ ആഫിദ് ഉസ്താദാണ് എനിക്ക് പിന്നെ ഇവിടെ പോകാൻ മറ്റേ ചാനലിൽ പോകാൻ 50,000 റുപ്യ തന്നു എന്നുള്ളതാണ് കുറെ കാലം മുമ്പ് പിന്നെ ആര് പറഞ്ഞത്, രാമന്തളി പറഞ്ഞത്. അപ്പൊ ഉള്ളിൽ നിന്നിട്ട് ഈ പ്രസ്ഥാനത്ത് പൊളിക്കാൻ നിന്ന ആളാണ് ആര്, ഈ ആഫിദ്. ഓനത്രേ ഉസ്താദിനെ, ഓന്റെ ഒപ്പം നിന്നിട്ട് അത്രേ ഉസ്താദിനെ സംരക്ഷണം. അപ്പൊ ഇത് കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഇവന്റെ യഥാർത്ഥ മുഖമൊക്കെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയ ഒരാളെ ഒപ്പം നിർത്താത്തിന്റെ ആ കലിപ്പുണ്ടല്ലോ, അതാണ് ഇപ്പൊ ഈ വട്ടൂരി നൗഷാദ് തീർത്തുകൊണ്ടിരിക്കുന്നത്. മടവൂര് ശൈഖുനെയും വടകര ഓറയും ഒക്കെ അതുപോലെ അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാരെ 10-40 കൊല്ലം പോയിരുന്ന ഹദറത്തുകളെ പോലും നിന്ദിച്ച് അനുയായികൾ സംസാരിച്ചപ്പോ മോനെ അത് അരുത് എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കേണ്ടിയിരുന്നു. അങ്ങനെ മഹാന്മാരെ നിന്ദിച്ചിട്ട് അനുയായികൾ സംസാരിച്ചിട്ടില്ല. അതൊക്കെ നോണ പറയാണ് ഇവൻ. ഈ മഹാന്മാരുടെ പേരിൽ പല കള്ളന്മാരും രംഗത്ത് വന്നു. ഇവന്റെ കോമാടനെ പോലെ, അതിലെ മീനങ്ങാണ്ടിയെ പോലെ, അതേമാതിരി കുറെ ആൾക്കാരൊക്കെ രംഗത്ത് വന്നു. അവന്മാര് ആരാണെന്നുള്ളത് ഉസ്താദുമാര് ശരിക്കും തിരിച്ചറിഞ്ഞു. അവരെയാണ് പ്രതികരിച്ചത്. അതിനാണ് ആ വിഷയം എന്താക്കുന്നത്, മടവൂർ ഷെയ്ഖിന്റെ മേൽക്കെടുക്കുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റുള്ള മഹാന്മാരുടെ എതിരാണ് AP വിഭാഗം പറഞ്ഞു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നത്. നോക്കി നിങ്ങൾ വല്ലാത്തൊരു തോൽക്കട്ടി ചെങ്ങായിട്ട്. ബാക്കി കൂടി പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടോ. പിണറായിയും സതീശനും തമ്മിൽ അടി നടന്നു. അതാണ് കേരള യാത്രന്റെ സമാപനം. ഞാൻ അതിലേക്ക് വരുന്നത് നടന്നപ്പോ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആടാ, അത് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞത് എന്ത്, അതിനുള്ള വേദിയല്ല, ഇത് ഞങ്ങളെ വേദിയാണ്, ഇവിടെ സുന്നത്തി ജമാഅത്ത് പറയേണ്ട ആളുകളാണ്, അതിന് ഉള്ള വേദികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തിന് അതിന് അധികാരമുള്ളൂ. അതാണ് നൗഷാദ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെന്താക്കി അതിന്റെ അവിടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയൊക്കെ കെട്ടിച്ചത്. അതിന്റെ തോലിക്കട്ടി ഭയങ്കര തന്നെ കേട്ടോ. എന്താണ് ആ ഊക്ക് സ്വന്തം ശിഷ്യന്മാര് പറയുമ്പോ ഇല്ലാതെ പോയത്? ഇതന്നെ ഇപ്പൊ പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ എന്താ സംഭവം? ഈ മകനും ശിഷ്യനും വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രേരണ മുഖേന അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചപ്പോൾ ഔലിയാക്കളുടെ മദത് നഷ്ടപ്പെട്ടു. അപ്പോൾ പറയുകയാണ്, പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയാനുള്ള അധികാരം, അതിനുള്ള അവകാശം സംഘടനകൾക്ക് മാത്രമാണുള്ളത് എന്നാണ് കാര്യമായി പറയുന്നത്. ഔലിയാക്കന്മാരെ മദത് നഷ്ടപ്പെട്ടൊന്നല്ല, ഔലിയാക്കന്റെ മദതൊക്കെ ഉസ്താദിന് എത്രയുണ്ട്, ആ പൊരുത്തമൊക്കെ. അതാണ് നമ്മൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നവരെ മുഴുവൻ നമ്മൾ കണ്ട കാഴ്ച ആ മദതും ആ അനുഗ്രഹം ആ റാഹത്തും. അത് കണ്ടിട്ട് ആ യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായോ, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായോ, പറയണ നൗഷാദേ പറയും. അതാടാ റബ്ബിന്റെ അനുഗ്രഹം. ഉസ്താദ് എത്ര പ്രായത്തിലാണ് ആ പരിപാടി നടത്തുന്നത്. നോക്ക് എത്ര മനോഹരമായിട്ടാണ് ഓരോ വേദിയിലും പങ്കെടുത്തത്. എത്ര നല്ല പ്രസംഗങ്ങളുടെ കാഴ്ച വെച്ചത്. ആ പ്രസംഗം പോയി കേക്ക് ഉസ്താദിന്റെ. അതിൽ മഹാന്മാരെ കുറിച്ച് പറയുന്നത് എത്ര ചരിത്രം ഉണ്ടടാ. ഈ കേക്കടാ പോയിട്ട് എന്നിട്ട് വലിയ അളക്കിലാക്കാൻ വാ. ഉസ്താദ്മാർ ഓരോ ദിവസത്തെ ഉസ്താദ് 2 പരിപാടിയിലേ പങ്കെടുത്തായിരുന്നുള്ളൂ. വയനാടും അതുപോലെ തന്നെ നീലഗിരിയിലും. മറ്റുള്ള പരിപാടിയിൽ ഉസ്താദ് എത്ര മഹാന്മാരുടെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. ആ മഹാന്മാരുടെ മദത് ഉസ്താദിനില്ലാതെ ആർക്കുണ്ടാവണോ. ഇവന്റെ കോമാടന്റെ അനുഗ്രഹം പറ്റില്ല ഉസ്താദ് മീനങ്ങാണ്ടിയിലൊക്കെ. അതാണ് ഇപ്പൊ ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ആരാണെന്ന് ഉസ്താദ് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ നല്ല ഉസ്താദ് അവരന്മാരെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അതൊക്കെയാണ് ഇപ്പം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറെ കാലം അവരെടുത്ത് പോയി. അതേ കുറെ കാലം പോയപ്പോ ഇവന്മാര് തനി നിറം അറിഞ്ഞു. അന്യം കുറെ കാലം പിന്നാലെ നിർത്തിയതല്ലേ അല്ലേ? ഇജി സുന്നത്തി ജമാഅത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നിച്ച ആളല്ലേ ഇജി. പിന്നെന്തേ പറഞ്ഞത്, ഞാൻ ഇതുവരെ ജാഹിലിയ കാലത്തിരുന്നു അല്ലേ? പോയി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് അല്ലടാ നൗഷാദേ. ഇതൊരു തരം ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഇപ്പൊ ഈ കേരളത്തിലൊക്കെ ആൾക്കാരെ കണ്ടിട്ടേ എന്താ പറയണ്ടെന്ന് അറിയില്ല. ആകെപ്പാടം കണ്ട് പേരക്കിട്ട് ഇവനും കുഞ്ഞായ്മതൊക്കെ പാടെ കൂടിയിട്ട് ഒരു പ്രത്യേക പരിപാടിയാ. കുഞ്ഞായ്മതെ നൗഷാദേ ഇപ്പൊ ഇവന്മാർക്ക് അമളിയൊക്കെ പുറത്തം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഈ കീടങ്ങൾ എടുക്കൂലല്ലോ. അപ്പോ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കേണ്ട പിന്നെ ജീവിതകാലം മുഴുവൻ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എന്തെന്നെ തല കുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. അന്റെ കോമാടനെ അംഗീകരിക്കൂല സുന്നത്തി ജമാഅത്തിലെ ആൾക്കാർ. ഓൻ പഴിച്ചവനാണ്, നിങ്ങളും പഴിച്ചോല.
നിങ്ങൾ നന്നാവാൻ നിങ്ങൾക്ക് യോഗമില്ല. അതേ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടുള്ളൂ. കാരണം ഇത്രമാത്രം മഹാന്മാരെ കുറ്റം പറയുകയും തെറി പറയുകയും ഒക്കെ ചെയ്ത ഒരാൾക്കാർക്ക് നന്നാവാന് യോഗം ഉണ്ടാവുമോ? അത് വളരെ കുറവാണ് സാധ്യതകൾ. എന്തായാലും ഇതൊക്കെ ഇത്ര വിവരം ഉണ്ടല്ലോ, വിവരം ഉണ്ടായിട്ടാണല്ലോ ഈ അത് വർത്താനം പറഞ്ഞ കുഞ്ഞായ്മ ഉഷാദൊക്കെ അല്ലേ. എടാ വേണ്ട വേണ്ട കരുതാണ് നിങ്ങൾക്ക് മറുപടി. പിന്നെ നമ്മളെ കൊണ്ട് നിങ്ങളോട് പറയിപ്പിക്കാണ്. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അതന്നെ. സത്യത്തിൽ ആ കാര്യം ശരിയാണ്. നിങ്ങൾ തീരുമാനിക്കും ഞങ്ങളെ കാര്യങ്ങൾ എന്ന് അറിയില്ല. അത് പിന്നെ കൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതിന് ഇപ്പൊ ഈ മറുപടി ഒക്കെ കേട്ടോ ഞാൻ ആ രീതിയിലാണ് കൂട്ടിയാൽ മതി. ഓക്കെ ഉഷാദേ, എന്നാ വീണ്ടും വരണ്ടേ.